1947 സ്ഥാപിതമാകുകയും കേരളത്തിലുടനീളം പേരും പ്രശസ്തിയും നേടിയെടുക്കുകയും ചെയ്ത ഒരു ലൈബ്രറിയുണ്ട്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ കല്ലറക്കാട് വില്ലേജിൽ കോസ്മോപൊളിറ്റൻ റീഡിംഗ് ക്ലബ് ആൻഡ് ലൈബ്രറി എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വലരി കൊച്ചാപ്പു ചേട്ടന്റെയും ഏതാനും ചില സുഹൃത്തുക്കളുടെയും ശ്രമഫലമായിട്ടാണ് ലൈബ്രറി നിലവിൽ വന്നത്. ലൈബ്രറി സ്ഥാപിതമാകുന്ന സമയത്ത് ആവശ്യമായ കെട്ടിടമോ അതുപോലെ സ്ഥലമോ ഇല്ലായിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്പൂതിരിയിൽ നിന്ന് കിട്ടിയ കുറച്ച് സ്ഥലവും അതുപോലെ പഞ്ചായത്തിന്റെ പുറമ്പോക്കായി കിടന്നിരുന്ന കുറച്ച് സ്ഥലത്ത് പട്ടയം നേടിയെടുത്തുമാണ് ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത്. തികച്ചും കൃഷി കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന കല്ലറക്കാട് നിവാസികളുടെ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ലൈബ്രറി ഇവിടെ നിലവിൽ വന്നത്. ഒരു നാടിന്റെ വളർച്ചയ്ക്ക് ഒരു ലൈബ്രറി എത്രത്തോളം പ്രാധാന്യം വഹിച്ചു എന്നുള്ളത് കോസ്മോപൊളിറ്റൻ ലൈബ്രറിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് ലൈബ്രറിയുടെ ചരിത്രത്തിലേക്ക് പോകാം. 1945 നടന്ന ഒരു സംഭവമാണ് ഈ ലൈബ്രറി ഇവിടെ സ്ഥാപിതമാകാനുള്ള കാരണം. തുടർ പഠനത്തിനായി കല്ലറക്കാട് നിന്നും കൊച്ചിയിലേക്ക് പോയ ഒരു വിദ്യാർത്ഥിക്ക് അവിടുത്തെ ലൈബ്രറിയിൽ റെഫറൻസ് പുസ്തകം നിഷേധിച്ചതാണ് ഇതിന്റെ എല്ലാം കാരണം. അവധിക്ക് നാട്ടിലെത്തിയ കുട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണുകയും കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വലരി കൊച്ചാപ്പു ചേട്ടനും ഏതാനും സുഹൃത്തുക്കളും ചേർന്ന് ഇവിടെ ഒരു ലൈബ്രറി സ്ഥാപിക്കുന്നതിനുള്ള നെട്ടോട്ടം ആരംഭിക്കുന്നത്. തുടർന്ന് 2001 കണക്ക് പ്രകാരം റെഫറൻസ് പുസ്തകം ഉൾപ്പെടെ 46,000 പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 1956 കല്ലറക്കാട് ആദ്യമായിട്ട് ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ എത്തിക്കുന്നത്, അതും കോസ്മോപൊളിറ്റൻ ലൈബ്രറിയിൽ. വൈകുന്നേരങ്ങളിൽ റേഡിയോ കേൾക്കുന്നതിനായി വായനശാലയുടെ സമീപം ഒത്തിരിയേറെ ആളുകൾ കൂടുമായിരുന്നു. തുടർന്ന് 1979-80 കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഇവിടെ വാങ്ങിയുണ്ടായി. തുടർന്ന് കാലഘട്ടത്തിനനുസരണമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയിൽ നിന്നും കളർ TVയും ഡിഷ് ആന്റണിയും കേബിൾ വിഷനും അതുപോലെ ഡിഷ് TVയും തുടർന്ന് സോളാർ സിസ്റ്റം വരെ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. നെഹ്റു യുവകേന്ദ്രയുടെയും ബാലവേദിയുടെയും അതുപോലെ മെമ്പർമാരുടെയും ആഭിമുഖ്യത്തിൽ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ഷട്ടിലും ക്യാരംസും ചെസ്സും അതുപോലെ പ്ലേയിങ് കാർഡ് കളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ലൈബ്രറിയിൽ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ഏറ്റവും നല്ല ലൈബ്രറിക്കുള്ള അവാർഡ് നേടിയ ഒരു ലൈബ്രറി കൂടിയാണ് നമ്മുടെ കോസ്മോപൊളിറ്റൻ ലൈബ്രറി. അതുപോലെ മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ കീഴിൽ പലവട്ടം ഏറ്റവും നല്ല ലൈബ്രറിക്കുള്ള അവാർഡുകൾ നേടിയ ഒരു ലൈബ്രറിയാണ് നമ്മുടേത്. 3 തരത്തിലുള്ള മെമ്പർഷിപ്പുകളായിരുന്നു നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത്. 1 ആയുഷ്കാലം, 2 മാസവരി, 3 കുട്ടികൾക്കായിട്ടുള്ള ബാലവേദി. റീഡിംഗ് റൂമിലേക്കായി പത്രമാസികകളും ആഴ്ചപ്പതിപ്പുകളും അടക്കം 150-ൽ പരം മാഗസീൻസ് ആയിരുന്നു വരുത്തിച്ചിരുന്നത്. എല്ലാ വർഷവും പാവപ്പെട്ട കുട്ടികൾക്കായി പുസ്തകം, ബാഗ്, കുട എന്നിവ വിതരണം ചെയ്തിരുന്നു. അതുപോലെ കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടികൾക്കായി പൊതുയോഗം നടത്തുകയും അവരെ ആദരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ലൈബ്രറി എല്ലാം പുതുക്കി പണിതിരിക്കുന്നു. പഴയ ഓർമ്മകളുടെ ബാക്കിയായി കണിയാങ്കുടിയിൽ അവിറാച്ചൻ സ്മാരക ബിൽഡിംഗ് മാത്രമാണ് നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം പൊളിച്ചു മാറ്റി. ഇപ്പോൾ ഈ ലൈബ്രറിയിൽ പണ്ടത്തെ പോലെയുള്ള ആളുകളുമില്ല, ആരവങ്ങളുമില്ല. തികച്ചും ശാന്തത മാത്രം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ബൈ.